UK വാർത്തകൾ ജൂലൈ 4 വെള്ളിയാഴ്ച തുലാസ് പലസ്തീൻ ആക്ഷൻ തീവ്രവാദ സംഘടനയായി നിരോധിച്ചു. ബ്രിട്ടീഷ് സർക്കാർ പലസ്തീൻ ആക്ഷൻ എന്ന സംഘടനയെ തീവ്രവാദികളായി പ്രഖ്യാപിച്ചു. അപ്പീലിനായി കഴിഞ്ഞിരുന്നെങ്കിലും ഹൈക്കോടതി നിരോധനം നിലനിൽക്കുന്നു എന്ന് വിധിച്ചു. ഇനി മുതൽ ഈ സംഘടനയുടെ അംഗത്വം എടുത്താൽ 14 വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കും. ലണ്ടനിലെ റോയൽ കോർട്സ് ഓഫ് ജസ്റ്റിസിൽ പ്രതിഷേധം നടക്കുന്നു. പ്രാചീനമായ കെട്ടിടം കോർബിൻ പുതിയ പാർട്ടി തുടങ്ങാനൊരുങ്ങുന്നു. മുൻ ലേബർ നേതാവ് ജെറമി കോർബിൻ സ്വതന്ത്ര MP സാറ സുൽത്താനയുമായി ചേർന്ന് പുതിയ ഇടത് പാർട്ടി ആരംഭിക്കാൻ ചർച്ചകൾ നടത്തുന്നു സ്ഥിരീകരിച്ചു. ലേബർ പാർട്ടി നേതാവ് കിയർ സ്റ്റാർമറിന്റെ നയങ്ങളിൽ അവിശ്വാസം പ്രകടിപ്പിച്ചതാണ് ഈ നീക്കം. പൗണ്ട് ബാങ്ക് നോട്ട് ഡിസബിലിറ്റി ആനുകൂല്യത്തിൽ കുറവ് ഒഴിവാക്കി പ്രധാനമന്ത്രി സ്റ്റാർമറുടെ സർക്കാർ 5 ബില്യൺ പൗണ്ടിന്റെ ഡിസബിലിറ്റി ബെനിഫിറ്റ് കുറവുകൾ പിൻവലിച്ചു. സാമ്പത്തിക സംഘർഷങ്ങൾ തുടരുന്നതിനിടെ ഇത് ഒരു തിരിച്ചടിയായി വിലയിരുത്തുന്നു. രാജ്യത്തിന്റെ കാർഷികാവസ്ഥയും ധനകാര്യ പ്രതിരോധ ശേഷിയും കൂടുതൽ വെല്ലുവിളികളിൽ പെടുന്നു. ബാങ്ക് UK ഓഹരി വിപണി കുറവിലേക്ക്. UK ഫിനാൻഷ്യൽ ഡക്ട് അതോറിറ്റി FCA ഓഹരി വിപണിയിലെ ലിക്വിഡിറ്റിയിൽ കുറവ് ഉണ്ടാകുന്നതായി പറഞ്ഞു. ഇത് ലണ്ടൻ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗുകൾക്കുള്ള ആകർഷണശേഷി കുറയ്ക്കുമെന്ന മുന്നറിയിപ്പ്. വയസ്സായ ആൾ പെൻഷൻ സമീക്ഷ ആരംഭിക്കുന്നു. ചാൻസലർ റേച്ചൽ റീവ്സ് ജൂലൈ 15 മുതൽ പെൻഷൻ സ്കീമുകളും സ്വയം തൊഴിലാളികളുടെ സംഭാവനകളും പരിശോധിക്കാൻ കമ്മീഷൻ ആരംഭിക്കുന്നു. മഴത്തുള്ളികൾ വീഴുന്ന കുട. സ്കോട്ട്ലാൻഡിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും മുന്നറിയിപ്പ്. മെറ്റ് ഓഫീസ് സ്കോട്ട്ലാൻഡിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 മൈൽ വരെ കാറ്റിനും യെല്ലോ വാർണിംഗ് നൽകി. യാത്രാ തടസ്സങ്ങൾ. മറ്റ് പ്രധാന വാർത്തകൾ. സ്ലേയർ എന്ന മെറ്റൽ ബാൻഡ് കാർഡിഫിൽ 6 വർഷത്തിന് ശേഷം ലൈവ് കോൺസെർട്ട് നടത്തി. ഷെൽ 16.5 ലക്ഷം ഓഹരികൾ തിരിച്ചുവാങ്ങി. സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം ബ്രിട്ടീഷ് ഓഹരി വിപണി താഴേക്ക്. വന്യജീവി ആക്രമണം. സാംബിയയിൽ 2 ബ്രിട്ടീഷ് ന്യൂസിലാൻഡ് ടൂറിസ്റ്റുകൾ ആനയുടെ ആക്രമണത്തിൽ മരിച്ചു. F1 ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് ഇന്ന് ആരംഭിച്ചു. ലൂയിസ് ഹാമിൽട്ടൺ, നോറിസ് റസൽ എന്നിവർ പങ്കെടുത്തു. സാംസ്കാരിക വാർത്തകൾ. ഒയാസിസ് ബാൻഡ് 16 വർഷത്തിന് ശേഷം കാർഡിഫിൽ നിന്നും ടൂർ ആരംഭിച്ചു. ലൈഥം ഫെസ്റ്റിവൽ കാലാവസ്ഥാ പ്രശ്നങ്ങൾ കാരണം റദ്ദാക്കി. ലൂയിസ് കപ്പാൽഡി സർവൈവ് സോങ് UK ചാർട്ടിൽ നമ്പർ 1 ആയി. യൂറോപ്പ് ഉഷ്ണരോപണത്തിന് മുന്നിലെ അടിയന്തര നോട്ടീസ്. 27 ജൂൺ മുതൽ 2 ജൂലൈ വരെ UKയിൽ വിവിധ പ്രദേശങ്ങളിലെ ചൂട് അലർട്ടുകൾ. ഹീത്രോയിൽ റെക്കോർഡായ പരമാവധി താപനില രേഖപ്പെടുത്തുക. ദിവസോത്സവം. US സ്വാതന്ത്ര്യദിനം ജൂലൈ 4 ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുന്നു. 249-ാം വാർഷിക ആഘോഷത്തിൽ ആഘോഷങ്ങൾ. പ്രദർശനങ്ങൾ. പടക്കമേളകൾ. കേന്ദ്ര വശത്തിന്റെ ഓർമ്മയിൽ ഇതുവരെ പ്രധാന വാർത്തകൾ കാണിച്ച് കേരള കണക്ട് UK. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഞങ്ങളെ പിന്തുടരൂ. നന്ദി.